നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നവർ പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ താഴെ തകർപ്പരെ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്ത് കയറിയാൽ അവന്റെ കരം തേടിയെത്ത്, കീഴെ പാതാളത്തിനകത്ത് കിടക്ക വരിച്ചാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് കൊല്ലംകോട് 10,000 പേരും വീഴും. അപ്പ അമ്മ നീ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം, മനുഷ്യപുത്രന്മാരെ ഉറ്റുനോക്കുന്ന ദൈവം. ഇവിടെ കടൽ ഇളകട്ടെ, സുനാമി വരട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കരമുയർത്തി പയറുന്നവർക്ക് ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ എത്ര പേര് ഇന്ന് രാത്രി കരമുയർത്തും? സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ടും, പെരുമ്പാമ്പിനെയും മതിച്ചുകൾ, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. അപ്പച്ചാ അമ്മച്ചി ഇന്ന് രാത്രി പറ, അവനറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക, കരത്തെ തൂക്കി കർത്തരക്ക് മഹിമായി താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ 3ാമത് നാൾ നൈറ്റ് കിഴമേ പറയണം, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്ക് അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കരമുയർത്തിയാട്ടെ ഇന്ന് രാത്രി പറ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുക. കൊല്ലംകോട് പറ, കരമുയർത്തുന്നവർ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി പോകാവൂ. തൊട്ടൻ്റെ പോരുകളെ മാറ്റുക. ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തി കഴിയും. വാഗ്ദത്തമുള്ളവൻ നൈൽ നദിക്ക് കടന്ന പിൻപിലൊരു ചരിത്രമുണ്ട്. പിന്നത്തതിലൊരു കോല് കൊണ്ട് അവൻ ചെങ്കടലിനെ വിഭജിക്കണം. ദൈവദാസന്മാരെ, അങ്ങനെ പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ, കരമുയർത്തി പറ, പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ കിഡ്നി രോഗത്തിന് കഴിയത്തില്ല. സഹോദരി, നിന്റെ തൈറോയിഡിന് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ചെറുപ്പക്കാര, ഇന്ന് രാത്രി നിന്റെ ഹല്ലേലൂയ കിഡ്നിയെ തകർക്കുവാൻ ഒരു ദൂഷ്ടപിശാചിന് കഴിയത്തില്ല. കരമുയർത്തിയാട്ടെ, ദൂഷ്ടപിശാച് നടുങ്ങട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. ലോകം പറയും അസാധ്യം, impossible, impossible. But the third day convention we are saying in this night, my Jesus is providing possible. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തമുള്ളവൻ നൈൽ നദിക്കകത്ത് നിലവിളിക്കുക. നല്ല പ്രസംഗം കേട്ടോണം. കൊട്ടാരത്തിൽ നിന്ന് ആൾ വന്നു. ഇന്ന് രാത്രി നമ്മുടെ ഇവിടെ ഒരു പയ്യനെ, ഒരു പൈതലിനെ വെള്ളത്തിൽ ഒഴുകി വിട്ടാൽ തമിഴ്നാടിൻ മുതലമച്ചർ മക്കള് ഇങ്ക പുഴയിൽ കൊല്ലംകോട് കുളിക്കാൻ വരുമോ? അയ്യാ, വരക്കൂടാതെ. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മക്കൾ വരുമോ? വരക്കൂടാതെ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മക്കൾ ഇങ്ക കൊല്ലംകോട് തോട്ടി കുളിക്കാൻ വരുമോ? പക്ഷേ വാഗ്ദത്തമുള്ളവൻ്റെ നിലവിളി ഉയരത്തിലെത്തിയാൽ അന്തഃപുരത്തിനകത്തിരിക്കുന്ന പറവോൻ്റെ മകള് കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്ന് കുളിക്കടവിൽ കൊണ്ടുവന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ, എൻ്റെ ബലഹീനതയുടെ നടുവിൽ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ വീട്ടിക്കുള്ള ഞാൻ നിലവിളിച്ചാൽ അന്തഃപുരത്തിനിരിക്കുന്നവർ ഹല്ലേലൂയ എൻ്റെ വിഷയത്തിന് കൊണ്ടുവന്ന് എനിക്ക് മറുപടി തരുവാൻ മോശയുടെ കണ്ണുനീരിനകത്തിറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഉലകത്തിലെല്ലാ കാര്യവും ഞാൻ പഠിച്ചതാണ്. ഒരമ്മ തൻ പിള്ളേക്ക് മുലപ്പാൽ കൊടുത്ത് ശമ്പളം മേടിച്ചത് ഒരു പുസ്തകത്തിലുമില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട്. കരമുയർത്തുന്നവർക്കായി ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ സ്വത്ര. അങ്ങനെ ഒരു സംഭവം. യഹൂദൻ നിലവിളിക്കും അവൻ്റെ കണ്ണുനീര്. എന്താ? നല്ലൊരു പാട്ടുണ്ടല്ലോ, സ്വത്രം. ഇവിടെ എല്ലാ സ്ഥലത്തും ലാഭമുണ്ട്. ഈ പാറശാല, DDRC മെട്രോ, കളിക്കാവിള ഇഷ്ടം പോലെ, മാർത്താണ്ഡം, നെയ്യാറ്റിങ്കര ആശുപത്രി ജംഗ്ഷനിൽ ഒരു 50 ലാഭം. ഇപ്പോൾ സിയോൺ ലാഭം, ഷക്കീന ലാഭം, എല്ലാ ലാഭവും സ്വത്രം അവിടെ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണ്, കാല്, മൂക്ക്, പല്ല്. ഇപ്പം ലാഭകാർ പുതിയതും കണ്ട് തലമുടിയും കൂടെ ടെസ്റ്റ് ചെയ്യുമെന്ന് സ്വത്രം. ആലുവായി യഹോവ സാക്ഷികളിൽ ഒരമ്മച്ചി മരിച്ചപ്പോൾ എല്ലും പല്ലും ഒന്നും കിട്ടിയില്ല, തലമുടിയാണ് കിട്ടിയത്. ആദ്യം അമ്മച്ചിയെ കണ്ടുപിടിച്ച ദേവനേശൻ പാസ്റ്റർ DNA തലമുടി സ്വത്രം. അതുവരെ ടെസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. 15 കൊല്ലമായി സ്റ്റാലിൻ്റെ കൂടെ പാടിക്കൊണ്ടിരിക്കുക. 15 കൊല്ലമായി കർത്താവിൻ്റെ വേല നിൽക്കുന്നവർ. 15 കൊല്ലമായി കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാബ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങൾ നിർത്താം. അങ്ങനെ ഒരു ലാബുണ്ട്. 7 ദിവസവും വർക്ക് ചെയ്യുക. 24 മണിക്കൂറും അത് ഓപ്പണാണ്. 365 ദിവസം ലോക്ക്ഡൗണും ക്വാറന്റൈനുമില്ല. അതുകൊണ്ട് അരുമയാണ് ദേവ പിള്ളകൾ സ്റ്റേജിക്കകത്ത് പാടും, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരി
കരമുയർത്തുന്നവർക്കായി. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ, ബഹുമാന്യനാം ആചാര്യനായി വാനിലവൻ വാഴുകയാൽ അന്നൊരു സംഭവം നടക്കും. പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം, എൻ്റെ നാഥൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. എല്ലാവരും ബൈബിൾ തുറന്നാട്ട് സക്കറിയാ പ്രവചനം 14:4-5. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ കൺവെൻഷൻ പ്രസംഗിക്കുന്നത്. സക്കറിയാ പ്രവചനം 14:4-5 വായിച്ചാട്ട് മോളെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമലയിൽ നാഥന്റെ കാൽ നിൽക്കും. അടുത്ത വാക്ക്, ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പിളർന്നു പോകും. പണ്ട് മോളവിടെ നിന്ന് നിൽക്കട്ടെ, 2 മിനിറ്റ് സമയം എടുത്താലും വേണ്ടിയല്ലോ. പണ്ടൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു, നല്ല അരുമயான പാടൽ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരവിനായി, കാടലിൻ മുഴക്കം കേൾക്കുന്നു, ഭരണകൂടങ്ങൾ തകരുന്നു, പ്രാക്കളെ പോലെ നാം പറന്നിടുമേ. തമിഴ്നാട്ടിൽ പിന്നെ അരുമயான പാടൽ. എന്നാൽ കേരളാവിൽ വന്ന് പെന്തിക്കോസുകാരുടെ പാട്ടിൽ പാലാപ്പള്ളി, തിരുപ്പള്ളി, രാക്കുളിരേറും രാവാണ്. സന്തോഷമില്ലല്ലോ, നീ എല്ലാ അക്കരെ നാട്ടിൽ പോ. സ്വോത്രം സ്വോത്രം. പണ്ടത്തെ അരുമயான പാടൽ ശിംശോൻ പാസ്റ്റർ വിട്ടിരിക്കുന്നു. കടലിൻ മുഴക്കം കേൾക്കുന്നു. കൺവെൻഷൻ കൂട്ടത്തെ അരുമயான പാട്. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. പോയില്ലേ? ഇന്ന് ഞങ്ങളുടെ പാട്ടുകാരടക്കം ചിലർ നുഴഞ്ഞു കയറി. സ്വോത്രം. അവരൊക്കെ പാടുന്ന പാട്ട് കേട്ടാ സ്വോത്രം. സ്റ്റേജിൽ നിന്ന് പിന്നെ മിണ്ടാതിരുന്ന ദൈവം എന്നങ്ങ് അറിയുമോ? സ്വോത്രം. അവിടം വരെത്തി. ആ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. സ്വോത്രം. ഈ അടുത്ത സമയത്ത് ഒരു പയ്യൻ നെടുമങ്ങാട്, ഞാൻ പാട്ടിനെതിരല്ല, സ്റ്റാൻലി ഇവിടെ ഇരിക്കുക, അവൻ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നത്. ഒരു പയ്യൻ ശിംശോൻ പാസ്റ്റർ മൈക്ക് എടുത്തിട്ട് 5-8 മിനിറ്റായിട്ട് പാടുക, മാറിൽ ചാരിയിടുവാൻ, മാറിൽ ചാരിയിടുവാൻ. എനിക്കാണെങ്കിൽ ഇച്ചിരി BP കൂടിയിരിക്കുക. സ്വോത്രം. ഞാൻ സ്വോത്രം. വർഗീസ് പാസ്റ്റർ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു മൈക്കൊന്ന് താക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 മിനിറ്റായിട്ട് സ്റ്റേജിൽ ഇരിക്കുക ഞാൻ. നീ മാറിൽ ചാരിയിടുവാൻ ആരാരെ മാറി ചാരുവാൻ മര്യാദയ്ക്ക് പറയണില്ല, നാളെ നീ പാടത്തില്ലെന്ന് പറഞ്ഞു. സ്വോത്രം. പാട്ട് നല്ലതാ, 10 മിനിറ്റായിട്ട് പാടും, മാറിൽ ചാരിയിടുവാൻ. സ്വോത്രം. പാട്ടൊക്കെ നല്ലതാ, അതിൻ്റെ ട്യൂണി പാടുന്ന. സ്വോത്രം. ഇന്ന് പെന്തിക്കോസിനകത്ത് നിത്യേടത പാട്ടില്ല. കുഞ്ഞാട്ടിൻ വിലയേറിയ രക്തം, പുത്തനാ മെറുശലേം, ഹല്ലേലൂയ. പണ്ടത്തെ പാട്ട് യേശു വരാൻ കാലമായി. എത്ര സ്വോത്രം. അന്നത്തെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രത്യാശ അവസാന നിത്യതയ്ക്ക് വേണ്ടിയുള്ള പാട്ടുപാടിയാണ് നാം അവസാനിപ്പിക്കുന്നത്. ഇന്ന് കൊല്ലങ്കോട്, അതുപോലെ സിലവപുരം ഇരിക്കുന്ന ദൈവമക്കളെ, വചനം നല്ലതാ, ആരാധന നല്ലതാ, വിടുതൽ നല്ലതാ, പാട്ട് നല്ലതാ. നമ്മുടെ ഏക പ്രത്യാശ നമ്മുടെ കാന്തൻ്റെ വരവാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ, ദൈവമക്കൾ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. അന്നാളിൽ അവൻ്റെ കാൽ ഒലിവുമല ചവിട്ടും, ഒലിവുമല രണ്ടായി പിളരും. ഇനി ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇസ്രയേലിൽ ഇന്നൊരു മലയാ ഒലിവുമല. ഒലിവുമലയിൽ ഒരു റിസോർട്ടുണ്ട്, 7 ആർച്ച് റിസോർട്ട്. ആ 7 ആർച്ച് റിസോർട്ടിൽ അതിനോട് ചേർന്ന് 2009, എല്ലാവരും കേൾക്കണം, ഓൺലൈൻ ഹെബ്രോൻ TV, 2009 2 ഹോട്ടൽ ബ്രിട്ടനിൽ, ഫ്രാൻസും, അത് ഫ്രാൻസിലെ ഹിൽട്ടണും ഷെറാട്ടനും വന്നു ഒരു ഹോട്ടൽ പണിയാൻ. ഇസ്രായേലിൽ നിന്ന് 100 വർഷത്തെ പാട്ടക്കരാർ. നമ്മുടെ കൊല്ലങ്കോട് ഒരു വീട് വെക്കതക്ക് ആശാരി, മേശിരി, JCB, പാറ. പക്ഷേ പാറശാല ടൗണിൽ കെട്ടിടം പണിയാൻ പയലിങ്. അവർ പയല് ചെയ്തപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ കണ്ടതെന്നറിയാമോ? ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു. സ്വോത്രം. അപ്പം യഹൂദന് സംശയം കേട്ടോ. യഹൂദന് സംശയം. യഹൂദൻ എന്ത് ചെയ്തു? നമ്മൾ എൻഡോസ്കോപ്പ് ഇടുന്ന പോലെ ക്യാമറ ഇറക്കിയപ്പോൾ അവിടെ ഭയങ്കര മുരൾച്ചേ സൗണ്ട്. അയ്യാ, തായേ, തകർപ്പരെ, തങ്കച്ചേ, ഒലിവുമലയുടെ അടി പാറ പിളർന്ന് മുരൾച്ച തുടങ്ങിയെന്ന്. നമ്മുടെ പെന്തിക്കോസുകാർ ലോത്തിൻ്റെ ഭാര്യയെ പോലെ ഇന്ന് ഇവിടെ നിൽക്കുക, കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അവിടെ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, നമുക്ക് ഇതുവരെയും ചലനമില്ല. സ്വോത്രം. ഇന്ന് രാത്രി ഒലിവുമല രണ്ടായി പിളരും. അതാ കുഞ്ഞ് വായിച്ചത്. ഒരു താഴ്വര അവിടെ രൂപാന്തരപ്പെടും, റിഫ്റ്റ് വാലി. ലോകം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം. കേട്ടോണേ, ഇനി ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം. ലോകം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം. 6000 കിലോമീറ്റർ ഭൂമി വിണ്ട് കീറും. 6000. ഇറാഖ് മുതൽ സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ ഭൂമി പിളരാൻ പോന്നു. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. ഏറ്റവും വലിയ താഴ്വര റിഫ്റ്റ് വാലി. വായിക്കാം. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. എല്ലാം ഈ കുഞ്ഞു വായിക്കുന്ന നോട്ടിയാണ്, അതുകൊണ്ട് മോൾക്ക് ഈ വാക്യം കൊടുത്തത്. കേട്ടോ, ഒരു പകുതി വടക്കോട്ട്, ഇസ്രായേലിന് വടക്ക് കിടക്കുന്നതാ ഇറാഖ്, മറ്റേ കിടക്കുന്നത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ ഒരു സ്ഥലമാ മൊസാംബിക്ക്. വായിക്കാം, അത് ബൈബിളിനകത്ത് ക്ലിയർ. അടുത്ത് വാക്യം. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എന്നതുകൊണ്ട്, ആസല ഇന്നത്തെ മൊസാംബിക്ക്, സൗത്ത് ആഫ്രിക്ക. 6000 കിലോമീറ്റർ ഭൂമി വിണ്ട് കയറും. ഇതാ എൻ്റെ പ്രസംഗം അവസാന ഭാഗത്തിലേക്ക്. 1, യെരുശലേമിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും.
2, യഹൂദൻ നിലവിളിക്കും. 3, അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അന്ന് 4-മത്തെ കാര്യം 6000 കിലോമീറ്റർ ഒലിവുമല പിളരും സംഭവങ്ങൾ. എന്നാൽ ഈ 4 കാര്യം സംഭവിക്കുന്നത് ഇസ്രയേലിനകത്താ. അതിനു മുമ്പ് ഒലിവുമല പിളരുന്നതിന് മുമ്പ് കൊല്ലങ്കോട് സിൽവിപുരത്ത് മറ്റൊരു കാര്യം സംഭവിക്കൂ. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി സിൽവപുരമേ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒലിവുമല പിളർന്നാൽ 2 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും അന്നത്തെ സംഭവം. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. വായിക്കാം. എസെക്കിയേൽ 38:19-20. കുഞ്ഞുങ്ങൾ ബൈബിൾ എടുത്താട്ട് നിങ്ങളെല്ലാം പ്രസംഗിക്കണം, നാട്ടുകാരോട് ഈ കാര്യം പറയണം. എസെക്കിയേൽ 38:19-20 എടുത്താട്ട് കുഞ്ഞ്. അന്നാളിൽ നിശ്ചയമായി ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇത് 6000 കിലോമീറ്റർ എർത്ത് ക്യുക്ക്. വടക്ക് ഇറാഖ്, തെക്ക് സൗത്ത് ആഫ്രിക്ക. 6000 കിലോമീറ്റർ ലോകം വിണ്ടുകീറാൻ പോവുക. സ്വത്രം. അടുത്ത വാക്ക് വായിക്കാം. എന്ന് ഞാൻ എന്റെ തീക്ഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അടുത്തത്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും അവിടെ നിൽക്കട്ടെ മോളെ. സമുദ്രത്തിലെ മത്സ്യം അഥവാ ലോകത്തിലെ കപ്പൽ പടയെല്ലാം തകരും. ഭൂമി വിണ്ടുകീറിയാൽ സുനാമി. ഇന്തോനേഷ്യയിലും ജപ്പാനും സുനാമി അടിക്കുമ്പോൾ തേങ്ങാപട്ടണത്തും കൊല്ലങ്കോടും പറയും വള്ളവും വലയും എടുത്ത് സ്ഥലം കാലിയാക്കാൻ. സന്തോഷമില്ലല്ലോ. സുനാമി മുന്നറിയിപ്പ്. അടിച്ചത് ഇന്തോനേഷ്യയിലാണ്. ഉടനെ കന്യാകുമാരി വരെ തിര വരുമെന്ന്. മധ്യപകുതിയായി ഇസ്രയേലിനകത്ത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കടലിളകിയാൽ കടലിലെ മത്സ്യം ദാണ്ട പഴമഞ്ചാലി കിട്ടുന്ന അയിലേം ചാളയല്ല, സകല കപ്പലുകളും ഛേദം വരും. അടുത്തത് വായിക്കാം. ആകാശത്തിലെ പറവ. മോൾ അവിടെ നിന്നാട്ട്. ആകാശത്തിലെ പറവ എന്ന് പറഞ്ഞ പരുന്തും അല്ലെങ്കിൽ കഴുകനുമല്ല, കാക്കയല്ല. ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾ. താഴെ ഇറങ്ങാൻ പറ്റത്തില്ല പാസ്റ്റർമാരെ. റൺവേ മുഴുവൻ ഭൂകമ്പത്തെ തകരും. ഒന്നുകിൽ വിമാനം ഇറങ്ങിയാൽ തകരും, അല്ല ഇന്ധനം തീർന്ന് ആകാശത്തിൽ നിന്ന് വിമാനം കത്തി താഴേക്ക് വീഴും. അടുത്തത് വായര് ക്ലിയർ. ഇതാ സുവിശേഷ പ്രസംഗം. അടുത്ത വാക്ക്. കാട്ടിലെ മൃഗവും. കാട്ടിലെ മൃഗം ആരാ? പലരും പറയും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും വന്ന്. അതൊന്നും അല്ല കാട്ടിലെ മൃഗം. ഇന്നത്തെ തീവ്രവാദികൾ, നക്സലൈറ്റ്, മാവോയിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അത് പിന്നെ അൽ-ഖൈദ, താലിബാൻ, ഇവരെല്ലാം കാട്ടിലെ ഓപ്പറേഷൻ നടത്തുന്നത്. അവരെല്ലാം ഭൂകമ്പം ഉണ്ടായാൽ ചൂടടിച്ചപ്പോഴാ കരടിയും പുലി ഇറങ്ങിയത്. കര ഉയരുന്നില്ലല്ലോ അമ്പൂരിയിലും. അതുപോലെ കാറ്റിനകത്ത് ഭൂകമ്പം ഉണ്ടായാൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും മാങ്ങാക്കൊമ്പനും അല്ല, ഈ തീവ്രവാദികൾ മൊത്തം കാട്ടിൽ നിന്ന് താഴെ ഇറങ്ങും. ഇതാ കാട്ടിലെ മൃഗം. അവൻ ഇരിക്കാൻ പറ്റത്തില്ല. സ്വത്രം. അടുത്തത് നിലത്തിഴയുന്നതായി ഇഴജാതി. BSF, CISF, ആർമി, കരസേന, മാർച്ച് ചെയ്യുന്ന പാമ്പും ചേരയല്ല കരസേന. യൗമാരെല്ലാം ഈ കടങ്ങിനകത്ത് വീഴും. അടുത്തത്, ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കുഞ്ഞാടിന്റെ കോപ ദിവസം. കരമുയർത്തുന്നവർക്കായി ഇതാ കുഞ്ഞാടിന്റെ കോപ ദിവസം, ഡേ ഓഫ് ലോർഡ്. ഇത്രയും കാര്യം കാണുമ്പോൾ ബാക്കി ഞാൻ തൊടുന്നില്ല. അക്കാലത്ത് ഭൂമിയിൽ ജീവിക്കുന്നവർ മരണം അന്വേഷിക്കുന്ന കാലം. കരമുയർത്തുന്നവർക്കായി ഇന്ന് ജീവിക്കാൻ കൊതിക്കുമെങ്കിൽ അന്ന് മരിക്കാൻ കൊതിക്കും. ഇന്ന് രാത്രി വരുവാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണമോ? അന്നത്തെ സംഭവം കേട്ട് 2 കാര്യം കൂടെ കേൾക്കുമ്പോൾ അവസാനിപ്പിക്കാം. അന്ന് ഈ ആറ്റങ്ങൾ മുഴുവൻ പൊട്ടും. കേട്ടോ? ഭൂമി കുലുങ്ങിയാൽ എല്ലാവരും കേട്ടോണം. 6000 ആണവായുധങ്ങൾ ഇന്ന് ഓരോ രാജ്യങ്ങൾ ടോട്ടൽ. എല്ലാവരും കേട്ടോണം. 18000 ആറ്റമായുധ ലോകത്തിൽ. ഓൺലൈൻ ഹെബ്രോൻ TV കൊടുക്കണം. ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഹൈഡ്രജൻ ബോംബ് സഹിതമാണ്. കുറേ ആകാശത്തിൽ ഇരിപ്പുണ്ട്, ഭൂമിയിൽ ഇരിപ്പുണ്ട്. 6000 കിലോമീറ്റർ ഭൂമി തകർന്നാൽ ഈ ആറ്റം ബോംബുകളെല്ലാം ഇവിടെ പൊട്ടും. ഹൈഡ്രജൻ ബോംബ് ഇന്ത്യക്ക് സഹിതം ഇതായിരിക്കുന്നു. അന്ന് ഈ ആറ്റം കൂട്ടപ്പൊട്ടൽ നടത്തും. കൂട്ടപ്പൊട്ടൽ നടത്തിയാൽ 5 കാര്യങ്ങൾ. 1, കടലിലെ കപ്പൽ. 2, കരപ്പട്ടാളം. 3, കാട്ടിലെ മൃഗങ്ങൾ. അത് കഴിഞ്ഞ് നിലത്ത് സകലതും. ആറ്റവും കൂടെ പൊട്ടിയാൽ 1000 അന്ന് മരിച്ചു വീഴും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ യഹോവയുടെ കോപദിനം. ആ മരിച്ചവരുടെ അവസ്ഥ എന്താകും? വായിക്കാം.
എസെക്കേൽ 39:14-15 കേട്ടോണ്ടേ നിങ്ങൾ എഴുന്നേക്കാവൂ. അതുകൊണ്ട് ശാമ്പാഷോട് ഞാൻ പറഞ്ഞു നേരത്തെ സമയം മേടിച്ച സ്വോത്രം വായിക്കാം. എസെക്കേൽ 39:14-15 ദേശത്തെ വായിച്ചാട്ട് മോളെ. ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അവിടെ നിൽക്കട്ട് ഓടിപ്പോവരുത്. ദാണ്ടേ ഇത്രയും പേര് മരിച്ചു വീഴും. കരപ്പട്ടാളം, പ്ലെയിന്, കപ്പല്, കാട്ടിൽ നിന്നിറങ്ങി വരുന്ന മൃഗങ്ങള്, ആറ്റം തന്നെ പൊട്ടി അനവധി പേർ മരിച്ചു വീഴും. ശവങ്ങളെ അടക്കാൻ ഡെയിലി വേജസിന് ആള് വരും. 8 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ഇത് പ്രസംഗിച്ചാൽ പറയും പാസ്റ്ററിൻ്റെ തലയ്ക്ക് എന്തോ പറ്റിയെന്ന്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പം ആര് ശവം അടക്കാൻ വന്ന്? അമ്മാമേച്ചാനും കര ഉയരുന്നില്ലല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 6 യൂണിഫോം ഇട്ട ചെറുക്കപ്പാകാർ ചൊവ്വായി പോകുന്ന പോലെ വന്നു. സന്തോഷമില്ലല്ലോ. എന്നിട്ടൊരു മൊബൈലും കാണിച്ച്. എന്നിട്ടും മലയാളി ഗുണപ്പെട്ടിട്ടില്ല. സ്വോത്രം. അച്ചായന് സ്വന്തം ഭാര്യയുടെ മുഖം ഭർത്താവിന് കാണാൻ പറ്റിയില്ല. ശവക്കല്ലറ വരെ പോലും സ്നേഹമില്ലായിരുന്നു വർഗീസ് പാസ്റ്റർ. സ്വോത്രം. സ്വന്തം ഭർത്താവ് സ്നേഹിച്ച് അരിയും പലഞ്ഞും മേടിച്ചുകൊണ്ടെന്ന അച്ചായൻ കോവിഡായിട്ട് മരിച്ചിട്ട് മലമുകളിൽ കൊണ്ടു ചെന്ന് 12 അടി കുത്തി താത്തു. മെഡിക്കൽ കോളേജ് വെച്ച് വാട്സപ്പിൽ ഒരു പടം കാണിച്ചതായിരിക്കുന്ന ഭർത്താവെന്ന്. സ്വോത്രം. ഇങ്ങോട്ട് വരരുതെന്ന്. 15 രൂപയുടെ സാധനമാണ്. സോപ്പിൻ്റെ കുമിള ഇങ്ങനെ കൈ കഴുകി ഹല്ലേലൂയ മൂക്കിനകത്ത് ഒരടി. അവനെ പേടിച്ചിട്ട് 15 രൂപയുടെ സോപ്പും ഒരു സ്പ്രേയും അടിച്ച് മാറ്റാമെന്നവനെ പേടിച്ച് 12 അടി കൊണ്ട് താത്തം. സ്വോത്രം. കോട്ടയത്ത് പരിചയമുള്ള എൻ്റെ ഒരു കേൾക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുഞ്ഞോൻ ബ്രദർ. ഞാൻ പിള്ളേർ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. പലപ്പോഴും പ്രസംഗം കേൾക്കാനുള്ള കുഞ്ഞോൻ ബ്രദർ കോവിഡ് മരിച്ചുപോയി. അച്ചായ ഡെഡ് ബോഡി കൊണ്ട് കത്തിച്ചു കളഞ്ഞു. ശവശരീരം കത്തിച്ചു. കോട്ടയത്ത് കുഞ്ഞോൻ ബ്രദർ. സ്വോത്രം. മനുഷ്യാ, നീ നിന്റെ സൗന്ദര്യത്തിൽ പുകഴുന്നതെന്ത്? നിന്റെ കുടുംബമഹിമയിൽ പുകഴുന്നതെന്ത്? നിന്റെ സമ്പത്തിനകത്ത് പുകഴുന്നതെന്ത്? ചൈനയിൽ നിന്നിറങ്ങിയ ഒരു കൊച്ചു വൈറസ് അമ്മമ്മേ, ഇഞ്ചിവിള മുതൽ തലപ്പാടി വരെ 83,000 എണ്ണത്തിന് തീർത്ത്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഡെയിലി വേജസിന് ശവടക്കാർ മടങ്ങി വാ. ദൈവസന്നിധി മുട്ടുമടക്ക്. ന്യായവിധിയുടെ കാലം അടുത്തുപോയി. ഇസ്രായേൽ ഗ്രഹത്തിൽ നിലവിളി. നാട്ടിൽ ഈറ്റുനോവിൻ്റെ ആരംഭം. പുസ്തകം മുദ്രയിടാൻ കാലമായി. രാജ്യത്തിൻ്റെ സുവിശേഷം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദീർഘദിനങ്ങൾ കൊല്ലങ്കോട്, മീക്കായൽ കോളനി, നിദ്രവിള, ചൂഴാൽ, ചെങ്കവിള, പാലവിള, അത് കഴിഞ്ഞിട്ട് കിരാത്തൂർ, സൂര്യകോട് എല്ലാം ഞാൻ കിടന്ന് പ്രസംഗിച്ചു. നടക്കാവ്, വരാത്ത സ്ഥലം ഒന്നുമില്ല. സ്വോത്രം. എല്ലായിടത്തും പ്രസംഗിച്ചു. ഇനി ആരും കേട്ടില്ലെന്ന് പറയരുത്. ഈ തലമുറയിൽ എൻ്റെ നാഥൻ വരാൻ പോവാ. മനുഷ്യൻ്റെ ഡെഡ് ബോഡി വഴിയരികെ കിടക്കും. അത് ഡെയിലി വേജസുകാരെ കൊണ്ടടക്കും. അടുത്ത ഇതിൽ പെടാതെ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് നേടണം. വൈരുമോളെ അടുത്ത ബാക്കിയും കൂടെ ഇത്രയും പേരെ കിട്ടുന്ന 7 മാസം കഴിഞ്ഞ ശേഷം 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ അവരിൽ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനിരികെ ഒരടയാളം വെക്കും. ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ അസ്ഥി വഴിയേറിയ കിടക്കും. ഞാൻ വരുന്ന കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ, എൻ്റെ വീട്ടിൻ്റെ 7 കിലോമീറ്റർ പരവൂർ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കറിയാം. അവിടെ ആ പുറ്റിങ്ങൽ ദുരന്തം. ഒരു രാത്രി 138 പേരാ മരിച്ചത്. കമ്പം വഴിനീളയ അസ്ഥികൾ. അതിനകത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കി. അവരുടെ ബോഡി എവിടെ കൊണ്ടുപോയി? വഴിനീള കടന്നു. കൈയും അതുപോലെ പല്ലും നഖങ്ങളും ഒക്കെ പരവൂർ കായലിൽ. ഇനി തമിഴ് മക്കൾ ശ്രീലങ്കയിൽ വട്ടിക്കോലവ അവിടെ വെച്ച വേലുപ്പുള്ള പ്രഭാകരന് നമ്മുടെ ശ്രീലങ്കൻ പട്ടാളം ക്ലസ്റ്റർ ബോംബ്. തമിഴ്നാട്ടുകാർ കേൾക്കട്ടെ. അവിടെ മോനും അപ്പനും മരിച്ചത് ഒരു ടാർപ്പ് എടുത്ത് മൂടിയിട്ടു. ബാക്കി തമിഴ് ചാനൽ കാണിച്ചില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പൊക്ലൈനർ വന്നു. അവിടെ കിടന്ന ടാർപ്പ് മാറ്റി വേലുപ്പിള്ള പ്രഭാകരൻ്റെ മോൻ്റെയും അസ്ഥി ജാഫ്ന കടലില കൊണ്ട് കുത്തി താഴ്ത്തിയത്. ശ്രീലങ്ക. നോക്കിയാൽ മതി. BBC അടിക്കണം. ഗൂഗിളിനോട് പറയണം പ്രഭാകരൻ്റെ മോൻ്റെ ശവടക്ക്. തമിഴ് ചാനൽ കാണിക്കത്തില്ല, അവർ കാണിക്കും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിന്റെ അസ്ഥി കഷണം വഴിനീള ചിതറിക്കിടക്കുന്ന കാലം. ഒന്ന് അടുത്ത വാക്കൂടെ വായിച്ചോട്ടെ മോളെ. അവസാനം അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ. ഇസ്രായേൽ, ഹാമോൻ ഗോഗ് റഷ്യയുടെയും ഈജിപ്തിൻ്റെയും സിറിയയുടെയും അതിർത്തി കടലിൻ്റെ ഇടുക്കി കൊണ്ടു താക്കുമെന്ന്. അവസാനം യുദ്ധത്തിൽ മരിക്കുന്നവര് ഇന്ന് രാത്രി വീട്ടയ്യത്ത് അടക്കത്തില്ല, CSAയുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല.
പെന്തക്കോസ്ത് മിഷന്റെ കല്ലറയ്ക്കകത്ത് അടക്കത്തില്ല. കർത്താവിന്റെ വരവിൽ ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ ശരീരം വഴിയരികത്ത് കടന്നാൽ അതിനെ കോവിഡ് രോഗികളുടെ ബോഡി കൊണ്ടുപോയി എവിടെങ്കിലും കൊണ്ട് കത്തിച്ച് കളയും, അല്ലെ ഭൂമിക്കടിയിൽ താക്കും. ഇത് കോവിഡ് അല്ല, റേഡിയസാ. അതുകൊണ്ട് ഒരു പക്ഷേ കൊല്ലംകോടോ തേങ്ങാപ്പട്ടണമോ പഴവഞ്ചാലോ പൂവാറിനകത്ത് കടലിൽ കൊണ്ട് കുത്തി താക്കുന്ന കാലം ഇവിടെ വരാറായി. വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല. നിന്റെ ശരീരം എവിടെങ്കിലും കൊണ്ടുപോയി കുത്തി താക്കുന്ന കാലം. തായേ തകർപ്പരേ, തമ്പി തങ്കച്ചി ശിൽബൈപുര, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു രക്ഷാദിവസം. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി ശിലുവൈപുര, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ നാമം. രാത്രി അവസാന ഭാഗം. അന്ന് യുദ്ധത്തിൽ പെട്ടുപോകുന്ന മനുഷ്യന്റെ അവസ്ഥ. മമേ, ഈ ലിങ്ക് നാട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, കേൾക്കണം. കുമാരി മാവട്ടത്തിൽ എല്ലാവരും കേൾക്കട്ടെ. ഈ ലിങ്ക് ഹെബ്രോന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അന്ന് യുദ്ധത്തിൽ പെടുന്നവരുടെ അവസ്ഥ വായിക്കാം. സെക്കരിയ പ്രവചനം 14 അതിന്റെ 12ാമത്തെ വാക്യം, ഒറ്റ വാക്യം കൂടെ കഴിയുമ്പോൾ തീരും. സെക്കരിയ പ്രവചനം 14:12 വായിക്കാം. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാവിത്. ഇന്നലെ തുടങ്ങിയ ഭാഗം എല്ലാവരും ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കാതെ ഞാൻ പ്രസംഗിക്കുക. യെരൂശലേം ഭാരമുള്ള കല്ല്, അത് പരിഭ്രമപാത്രം. ജാതികൾ വിരോധമായി കൂടി വരും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അടുത്ത ഭാഗം കേട്ടോ. യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വന്ന ജാതികൾ, ദൈവമക്കൾ അങ്ങ് പോയി. ജാതികളുടെ അവസ്ഥ ഇന്ന് രാത്രി തീരുമാനിച്ചോണം. വായിച്ച അവർ നേർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. മോളെ അവിടെ നിർത്തിയാട്ട്. ഇന്നലെ പ്രസംഗത്തിന് വന്നവർ കേൾക്കണം. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, വൈറ്റ് പോസ്പറസ്, കരമുയർത്തുന്നവർ, കേട്ടവർ മാത്രം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ, ഇസ്രായേലിന്റെ ഒരു പൊടി ഇരിപ്പുണ്ട്. ആ പൊടി ഇരിക്കുന്നുണ്ട് അറബ് രാജ്യങ്ങൾ അവനെ തൊടാത്ത. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു സൗദി അറേബ്യ അറബ് രാജ്യങ്ങൾ കൂടിയ പറഞ്ഞു, ഗതികെട്ടാൽ ഞങ്ങൾ പൊടി കുടയും. പൊടി കുടഞ്ഞാൽ അതിൻ്റെ പേരാ ന്യൂറൽ ഇൻഫെക്ഷൻ, നട്ടലിനകത്ത് ഇൻഫെക്ഷൻ. അവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും. തേർഡ് വേൾഡ് വാറിൽ കുറയുന്ന സാധനമാ നാട്ടുകാർ നോട്ടി. വൈറ്റ് ഫോസ്ഫറസ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ അടുത്ത വാക്യം, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴിഞ്ഞു പോകും. ആറ്റം പൊട്ടിയാലേ കണ്ണ് തടത്തിൽ തന്നെ. കേരളത്തിൽ ഒരു ജില്ലയുണ്ട്, തമിഴ്നാട്ടുകാർക്ക് കുറച്ച് പേർക്കറിയാം, കാസർഗോഡ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പണ്ട് കശുമാവിൻ തോട്ടത്തിൽ അടിക്കാൻ എൻഡോസൾഫാൻ, കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻഡോസൾഫാൻ അടിച്ച വർഗീസ് പാസ്റ്റർ. ഇന്ന് കശുമാവും ഇല്ല, ഒന്നുമില്ല അവിടെ. സ്വത്രം 2 മാസം മുമ്പ് ഞാൻ കാസർഗോഡ് പോയതാ. കരിവേടകം, ബന്തടുക്ക, നീലേശ്വര, ഉപ്പള, പാണത്തൂർ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ കേരളത്തിലെ പാസ്റ്റർമാർക്ക് ആ സ്ഥലമേ അറിയത്തില്ല. സ്വത്രം അവരാരും പോകത്തില്ല. സ്വത്രം അവർ നല്ല ചക്കരമുള്ള സ്ഥലത്തേ പോകും. ശിംഷോൻ പാസ്റ്റർ ഇവിടെ നിൽക്കുന്നത്. സ്വത്രം കാസർഗോഡ് ഒരു കൂട്ടത്തേക്ക് പോയാൽ മേലാൽ 200 ആളെ കൂടുതൽ വരത്തില്ല. സ്വത്രം അവിടെ ഇല്ല. ആകെ 29 പഞ്ചായത്ത്, 8 പഞ്ചായത്ത്. ഇന്നും ഒരു പള്ളി പോലും ഇല്ല കാസർഗോഡ്. എനിക്കറിയാവുന്ന കേരളത്തിൽ അവിടെയും സുവിശേഷം എത്തണം. സ്വത്രം അവിടെ കശുമാവിൻ തോട്ടത്തിൽ അടിച്ചതാ എൻഡോസൾഫാൻ. ഇന്ന് പറങ്കാവില്ല. പക്ഷെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇടയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു സമരം. എൻഡോസൾഫാൻ ബാധിച്ച കുഞ്ഞുങ്ങൾ കണ്ണ് ഇങ്ങനെ, മൂക്കിങ്ങനെ ചരിഞ്ഞ്, സൗകര്യമാർ ശ്രദ്ധിക്കണം, ദാണ്ട കവിളിങ്ങനെ ഒട്ടിക്കിടക്കുന്നതാ എൻഡോസൾഫാൻ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കാണണം, മൊബൈൽ അടിച്ചു നോക്കണം. അത് വെറും എൻഡോസൾഫാൻ അടിച്ചതാ. അങ്ങനെയെങ്കിൽ ആറ്റം പൊട്ടിയാൽ അവരുടെ കണ്ണ് തടത്തിൽ. അതിൻ്റെ അർത്ഥം ഹിരോഷിമ നാഗസാക്കി 2 യുദ്ധങ്ങൾ. അതിനകത്ത് 45 ഓഗസ്റ്റ് 6 എനാഗുള ബോക്സ്കാർ 2 വിമാനം ബോംബിട്ടു. അന്ന് ദാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതായിരിക്കുന്ന പിഞ്ചു മക്കൾ രാവിലെ സ്കൂളിൽ പോവുക, കൊടയും തൂക്കി, ആകാശത്തിൽ നിന്ന് മഴവില്ല്. കുഞ്ഞുങ്ങൾ വിചാരിച്ച നല്ല മഴവില്ല്. പക്ഷേ ബോംബ വീണത്. അമ്മ കൊടുത്ത കൊടയും ചോറ്റുപാത്രവും വലിച്ചെറിഞ്ഞ് കുഞ്ഞുങ്ങൾ കടലിൽ ചാടി. കടൽ വെള്ളം ചൂടായി 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കുഞ്ഞുങ്ങളുടെ കണ്ണ് വെള്ളത്തിനകത്ത് ഒലിച്ചു വീണു. ഇവിടെ CBSEയും സ്റ്റേറ്റും തമിഴ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓഗസ്റ്റ് 6 വെട്ടും വെള്ളപ്രാവിനെ പറപ്പിക്കും. യുദ്ധം വേണ്ട. ഹിരോഷിമ നാഗസാക്കി. സൗരങ്ങൾ കേൾക്കണം. ഇതാ സുവിശേഷ പ്രസംഗം. ഇന്നും 70 കൊല്ലം കഴിഞ്ഞ് 80 കൊല്ലം ആകുമ്പോൾ ഹിരോഷിമ നാഗസാക്കി. ഇന്നും അവിടെ കുഞ്ഞുങ്ങൾക്ക് കാല് മുടന്ത, അംഗവൈകല്യം, അന്നിട്ട ബോംബ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ കണ്ണാറ്റം പൊട്ടി ചീഞ്ഞഴുകും തടത്തിൽ. അടുത്ത വാക്കൂടെ വായിരു മക്കളെ.
അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. കിടക്കുന്നു. ആറ്റം പൊട്ടിയാൽ ഇൻഫെക്ഷൻ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ പാടുന്ന നാവ് ചീഞ്ഞഴുകുമെന്ന്. കര ഉയരുന്നില്ലല്ലോ അമ്മാമ്മ. സ്വത്രം. ഇന്ന് കർത്താവിന് വേണ്ടി പാടാതെ ലജ്ജാവതി രാജാ കയ്യാമച്ച നീ പാടിക്കൊണ്ടിരിക്കുക. നീ പാട്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നിന്റെ നാവ് പഴുത്തു പൊടുത്തു പോകും. സ്വത്രം. കേൾക്കണം. ഇവിടെ തമിഴ്നാട്ടിൽ ഈ കുമാരി മാവട്ടം മാർത്താണ്ഡം കഴിഞ്ഞ് തോവാളയിട്ട് വന്നൊരു സ്ഥലമുണ്ട്. ഞാൻ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയി. നിങ്ങളോട് തമിഴ്നാട്ടുകാർ കേൾക്കണം. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ പായ്ക്കകത്ത് ദേവശോഭനം പാസ്റ്റർ നല്ല മാങ്ങയെല്ലാം കൂട്ടുന്നു. അരുമയാന മാങ്ങ. ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ നിന്ന് സ്പ്രേ അടിക്കുന്നു മാങ്ങയ്ക്കകത്ത്. തോവാളെ ആ മാങ്ങയാ പാറശാല വരും. അയ്യാ കോട്ടൂക്കോണം മാങ്ങ. ഊരമ്പി വരും കോട്ടൂക്കോണം മാങ്ങ. തലേന്ന് സ്പ്രേ അടിച്ചാൽ പിറ്റേന്ന് മാങ്ങ പഴുക്കുമെങ്കിൽ ആറ്റമായുധം പൊട്ടിയാൽ സംസാരിക്കുന്ന നാവ് ഇൻഫെക്ഷൻ വന്ന് പഴുത്തു പുഴുത്തു പോകും. ഇന്ന് വരാനിരിക്കുന്ന ഈ ആറ്റം യുദ്ധത്തിനകത്ത് നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണമോ? ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അനുദപിച്ച് മുഴങ്കാൽ മടക്കുന്നവനെ ചേർക്കാൻ എൻ്റെ യേശു വരാറായി. അവസാന ഭാഗം നിർത്താൻ പോവുക. ആ ദിവസത്തെ പറ്റി യേശു പറഞ്ഞു. വായിക്കാം. യോഹന്നാൻ 9:4 കൺവെൻഷൻ 3-ാം രാത്രി വായിക്കാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. കിടക്കുന്ന ഒരു മിനിറ്റ് മോള് വാക്കല്ലേ മറ്റുള്ള. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. 2024 നമുക്ക് ശിൽവപുരത്തൊരു കൺവെൻഷൻ തന്നു. സഹോദരി, ഈ കൺവെൻഷൻ ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളെ മാത്രമല്ല സുവിശേഷ വേലയ്ക്ക് വിളിച്ചേക്കുന്നത്, നിങ്ങളെ എല്ലാവരെയും വിളിച്ച കർത്തർ വേലക്കാരായി. അതുകൊണ്ട് ആയിരങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഇന്ന് രാത്രി ആ കരമുയർത്തിയാട്ടെ. ഈ വർഷം ഞാൻ ഒരു കുഞ്ഞിനോടെങ്കിലും യേശു രക്ഷകനെന്ന് പറയും. കരമുയർത്തുന്ന സഹോദരിമാർ, നിങ്ങൾ വീട്ടിൽ പോയില്ലേലും വേണ്ടിയല്ല, പെന്തിക്കോസിന്റെ മാർഗമല്ല. ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ കരമുയർത്തിക്കൊണ്ട് പറയും, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി. അവൻ്റെ പേരത്രേ യേശു കർത്താവ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യും. ഈ വർഷം നിങ്ങളൊരു തീരുമാനമെടുക്കണം. മുമ്പോട്ട് ആരും വരണ്ട. ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ യേശു രക്ഷകനെന്ന് പറയും. അടുത്തത് ആർക്കും പ്രഭാഷണത്തിന്റെ അവസാനം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ കരമുയർത്തിയാട്ടെ. അതാ യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷന്റെ 3-ാമത് രാത്രി എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, കരമുയർത്തുന്നവർക്കായി നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മുഖാന്തരം പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ ചുള്ളിച്ചാട്. ഇന്ന് രാത്രി സിലുവപുരമേ, ഇന്ന് രാത്രി കൊല്ലങ്കോട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി. ഉലകത്തിലെ മഹാന്മാരല്ല ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്തേക്കാരൻ്റെ യോസഫിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, മരിച്ചവരിൽ ആദ്യമലക്കറ്റ് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അപ്പാ, അമ്മ, തമ്പി, തങ്കച്ചി, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ 2-ാമത് മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്തുന്നവർക്കായി സോദരൻ. അപ്പോൾ ആ വരവിൽ ആര് പോകും? 2 മിനിറ്റ്. ആ വരവിൽ ആര് പോകും? ആ വീട്ടിൽ പോകാൻ ആർക്ക് സന്തോഷമുണ്ട്? കര ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഇങ്ങനിരുന്നാൽ ഇവിടെ തന്നെ ഇരിക്കാം. വെളിനാട്ടിൽ പോയ പിള്ളേകൾ ആയിരിക്കും? സൗദി അറേബ്യ, ഗൾഫ്, UAE അല്ല ഖത്തർ, ഇവിടെ എവിടെയെങ്കിലും പോയ ആരെങ്കിലും ഉണ്ട്? അപ്പോൾ പലരും വിചാരിക്കും, വർഗീസ് മാസ്റ്റർ പിന്നെ ഞാൻ വിസ ചോദിക്കുമെന്ന്. ദയവ് ചെയ്ത് എനിക്ക് വിസ വേണ്ട, സ്വത്രം നിങ്ങളുടെ കരം ഉയർത്തി പിടിച്ചാട്ട്. പിന്നെ ചില സഹോദരന്മാർ പെൺപിള്ളേർ വിചാരിക്കും ഞാൻ പടമെടുക്കുമെന്ന്. അയ്യോ, എൻ്റെ ജോലി പടമെടുക്കല്ല, സ്വത്രം. ചില പെൺപിള്ളേർ വിചാരിക്കും ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതെന്ന്. എൻ്റെ ജോലി കല്യാണാലോചനയല്ല, ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികൾ. വെളിനാട്ടിൽ പോയ യാരെങ്ക ഇരിക്കത് ഉങ്ക കയ്യെ തൂക്കി പിടിച്ചാട്ട്. വെളിനാട്ടിൽ വിസയ്ക്ക് വിദേശ രാജ്യത്ത് സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് ഒന്ന് കരം ഉയർത്തിയാട്ട്. പുറനാട്ട് മോനെ ആരും പോയിട്ടില്ലേ, വിഷമിക്കേണ്ട. ആ കരം ഉയർത്തിയാട്ട്, പടം എടുക്കത്തില്ല. ആ പാസ്റ്ററോട് ഞാൻ പറയാം, ശുഭലാൽ പാസ്റ്ററോട് പറയാം. ഇപ്പം കര ഉയർത്തി. ആ ചെറുപ്പക്കാർ കയറി ഉയർത്തി. അവർ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പം ഉടനെ
എല്ലാം വന്നാട്ട് ദുബായിക്ക് പോവാം, അബുദാബിക്ക് പോവാം, സൗദിക്ക് പോവാം എന്ന് പറഞ്ഞു. 7 കാര്യം. 1 പാസ്പോർട്ട്, 2 വിസ, 3 ടിക്കറ്റ്, 4 കൺഫേം ബോർഡിംഗ് പാസ്, 5 ലഗേജ്, 6 പാസ്പോർട്ട്, 7 കീക്കി കുക്കു ശരീരം, പാൻറ്റും ബെൽറ്റും എല്ലാം അടിക്കണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇത് കഴിഞ്ഞവനെ പ്ലെയിൻ്റെ ചിറക് തുറന്ന് കയറ്റത്തോളൂ. സ്വോത്രം. സന്തോഷമില്ലല്ലോ? അപ്പം കർത്തർക്ക് വരവിൽ പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. തമിഴ്നാട്ടിൽ പേസുകൃതാകെ എല്ലാ യോഗത്തും വന്ന് കടസി നാളെ കേട്ടിട്ട് കർത്തനെ കൈ ഉയർത്തി ഏമാത്തി കാണിക്കരുത് ഇനിയെങ്കിലും. സ്വോത്രം. അതിനുവേണ്ടി ഈ കാര്യം പറയുന്നു. സ്വോത്രം. 7 കാര്യം നടക്കണം. 1 രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? ഇതാ സുവിശേഷ പ്രസംഗങ്ങൾ. ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റു പറയണം. രക്ഷിക്കപ്പെട്ട നീ എന്താണ്? മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിൻ്റെ പ്രത്യേകത പഴയ കള്ള്, കഞ്ചാവ്, പുകവലി, ആവശ്യമില്ലാത്ത കൊട്ടേഷൻ, കൂട്ടുകെട്ട്, നുണ പറച്ചിൽ, പക, പിണക്കം, ഇതെല്ലാം വണ്ടി മാറിക്കയറണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. 3 ഈ മാനസാന്തരപ്പെട്ട നീ അനുദപിക്കണം. പഴയ കാലത്ത് അപ്പച്ച മുടിയപുത്രൻ പറഞ്ഞോളൂ, നിന്നോട് സ്വർഗത്തോട് എനിക്ക് വചനം അറിയാത്ത കാലത്ത് പല കാര്യത്തിനും പോയി, അപ്പച്ച എന്നോട് ക്ഷമിക്കണം, അനുദപിക്കണം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. എന്തിനാ? പെന്തിക്കോസ് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി. ജ്ഞാനസ്നാനം. സ്നാനമേറ്റ നീ ഇന്ന് പാറശാല, നാളെ അഴകിയ മണ്ഡപം, മറ്റന്നാൾ കോട്ടയം, പിന്നെ കൊട്ടാരക്കര, പിന്നെ തിരുവനന്തപുരം. അത് നടക്കരുത്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ക്ലിയർ? ഇതാ വചനം. ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കൽവാറി സിൽവയിൽ കുഞ്ഞാടറക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ വരവ് വരെ അവൻ്റെ രക്തവും അവൻ്റെ മാംസവും ഭക്ഷിച്ച് അവനോട് ഏകീഭവിക്കുവാൻ നല്ല ദൈവ പൈതലായി തിരുമേശയിൽ പങ്കാളിയാകണം. 6 7ാമത്തെ കാര്യം, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ സ്വർഗം വിളിക്കും, എൻ്റെ കാന്ത്, എൻ്റെ പ്രാവി, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. അവസാനിപ്പിക്കാൻ പോവാ. 2 പ്രാവ് ലേവ്യാഗോത്രത്തിൻ്റെ യാഗമാ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. പുരോഹിതൻ കാലുകൾ കെട്ടിയിരിക്കും. മേധസ്സുള്ള പ്രാവിനെ മാറി മാറി പുരോഹിതൻ നോക്ക്. തൻ്റെ മാർപ്പതക്കത്തിലിരിക്കുന്ന കത്തി കൊണ്ട് നല്ല മേധസ്സുള്ള പ്രാവിൻ്റെ കഴുത്തറക്കം ദൈവദാസന്മാരെ. രക്തമിറ്റു വീണപ്പുറത്തെ പ്രാവിൻ മുഖത്തും ശരീരത്തും. ആ പ്രാവിൻ്റെ തല യാഗപീഠത്തിൽ ഞെക്കി ഒഴിക്കും. മറ്റേ പ്രാവ് മിണ്ടാതെ ഇരിക്കും. യാഗം കഴിയുമ്പോൾ യാഗത്തളി ആചരിക്കും. യാഗപീഠം കഴുകി വൃത്തിയാക്കും. കത്തി മാർപ്പതക്കത്തിലിട്ട് തൻ്റെ യാഗം കഴിഞ്ഞിട്ട് പുരോഹിതൻ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു മിണ്ടാപ്രാണി ഉടലുമായിട്ട് കെട്ടുവീണ് കിടക്കുക. തലയറച്ചിട്ടുള്ളു, ഉടൽ മറ്റേ പ്രാവിൻ്റെ കാലിലെ കെട്ട്. പുരോഹിതൻ വിചാരിക്കും ഇനി കാര്യമില്ല, എൻ്റെ യാഗം കഴിഞ്ഞു. പെതിയെ ആ കാലിനകത്തൊരറപ്പ് കൊടുക്കും. രക്തം തെറിച്ച പ്രാവ് അവിടുന്ന് ഒരു യാത്ര ചെയ്യും. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും കൊല്ലങ്കോടും കുമരിയും മാവട്ടത്തേക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിയ നിന്നെ ആരും കണ്ടില്ലെങ്കിലും നിന്റെ മുഖത്തെ കാണുന്ന ദിനം സമീപമായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് തിരുമേശയിൽ പങ്കാളിയായി കർത്താവിൻ്റെ വരവിന് വേണ്ടി പരിശുദ്ധാത്മാ ശക്തി പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. കുഞ്ഞാട്ടിൻ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇസ്രായേൽ